ചേട്ടാ ഷൈനിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യം ചേട്ടാ പറയാനുള്ളത് ഈ തൊടുപുഴയുടെ ഭാഗത്തുനിന്ന്? ഷൈനിയുടെ മരണം തൊടുപുഴയെ തന്നെ ഒരു തീരാ കണ്ണീരാണ്. അതിഭയങ്കരമായ ഒരു ദുഃഖകരമായ ഒരു സംഭവമായിപ്പോയി. ഷൈനിയെ കണ്ടമാനം ബുദ്ധിമുട്ടിപ്പിക്കുകയും ചിലവിന് പോലും കാശ് കൊടുക്കാതെയും പുള്ളിക്ക് എനിക്ക് ഒരു 3-3.5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നിട്ട് പോലും ചിലവിന് കാശ് കൊടുക്കാതെ നരകിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് അതീവ ഒരു ദുഃഖകരമായിപ്പോയി. താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമായിപ്പോയി. തൊടുപുഴയുടെ ഒരു തീരാ കണ്ണീരായിപ്പോയി. 2 കുട്ടികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇതൊരു സഹിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല. ഷൈനി കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത കാര്യങ്ങൾ ഈ കുടുംബത്തിൽ തന്നെ ചെലവാക്കിയും വീട് മെയിൻ്റനൻസും അതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൈസ തിരിച്ചടയ്ക്കേണ്ട സമയമായപ്പോൾ വീട്ടുകാർ കൈയൊഴിഞ്ഞ് മാറുകയത് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഷൈനി മരിക്കുന്നതിന് ഒരു 5-8 മാസം മുന്നം ഈ നോബി എന്ന് പറഞ്ഞ കക്ഷി ഇവിടെ വരികയും ഇവളെ ഭീഷണിപ്പെടുത്തുകയും നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ ആയിട്ടാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പേടിച്ചാണ് ഇവള് അവരുടെ കുടുംബ വീട്ടിൽ പോയി നിൽക്കുകയും അത് ദുഃഖകരമായ ഒരു സംഭവമായിപ്പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തൊടുപുഴ ഇതുപോലെ ഗാർഹിക പീഡനങ്ങൾ ഒത്തിരി പെണ്ണുങ്ങൾ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഇനിയാണെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഒരുക്കേണ്ട ആവശ്യമാണ്. ഈ കേസുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ CBIക്ക് വിടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഷൈനി അതുപോലെ തൊടുപുഴ മരിക്കുന്നതിന് മുന്നം ഗാർഹിക പീഡനമായിട്ട് ബന്ധപ്പെട്ട് തൊടുപുഴ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകാത്ത പോലീസ് സ്റ്റേഷനിലാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ആ കേസ് രജിസ്റ്റർ ചെയ്യുകയോ അതിൻ്റെ തുടർ നടപടികളൊന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ഷൈനിയുടെ 2 കുട്ടികളുടെ ആ ജീവിതമാണ് കുട്ടികളുടെ ജീവിതമാണ് തൊലച്ചിക്കളഞ്ഞത്. മാലാഖ പോലിരിക്കുന്ന നല്ല അതിസുന്ദരികളായ 2 കുട്ടികളുടെ ജീവിതമാണ് മരണപ്പെട്ടത്. ഷൈനിയുടെ വീട്ടുകാർക്ക് വലിയ സാമ്പത്തിക ചുറ്റുപാട് ഉള്ളവരല്ലായിരുന്നു. ഇവിടെ അവൾ നഴ്സിംഗ് പഠിക്കുകയും അതുപോലെ വിദേശത്ത് ജോലിയൊക്കെ പ്രതീക്ഷിച്ചാണ് ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടുകയും പുള്ളി പിന്നെ ജോലിക്ക് വിടാതെയും അതുപോലെ പുള്ളിയുടെ വീട്ടിൽ സാമ്പത്തിക ചുറ്റുപാട് ഉണ്ടായിട്ടും അവരെ പട്ടിണിക്കിടുകയും ഉപദ്രവിക്കും എന്നാണ് അയൽക്കാരിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ നോബിയുടെ സ്വന്തം ചേട്ടനാണ് അച്ഛനെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പള്ളിയിലെ വികാരിയാണ്. അപ്പോൾ ഷൈനി എവിടെയെങ്കിലും ജോലിയായിട്ട് ബന്ധപ്പെട്ട് ജോലി അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെയെല്ലാം തടസ്സം സൃഷ്ടിക്കുകയാണ് ഈ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നോബിയുടെ സ്വന്തം ചേട്ടനായ ഒരു വൈദികനുണ്ടായിരുന്നു. പുള്ളി തന്നെയാണ് ഇതിൻ്റെ 1ാം പ്രതി എന്നാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അവൾ പല ജോലിക്കും ഇടപെട്ട് ജോലി അന്വേഷിച്ച് പോവുകയും അവിടെയൊക്കെ ജോലികൾ തടസ്സപ്പെടുത്തുകയും പുള്ളി ഒരു വൈദികൻ്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇതുപോലുള്ള ക്രൂരമായ നിലപാട് സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ഒരു കാരണവശാലും. വീട്ടിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ചെയ്ത് പോകാൻ ഇടപെടേണ്ട ഒരു അച്ഛൻ ഇതുപോലുള്ള ക്രൂര കൃത്യത്തിൽ ഇടപെട്ടതിൽ അതീവ ദുഃഖമാണ്. നോബിയുടെ ചേട്ടൻ അച്ഛനാണെന്ന് അറിയാൻ കഴിഞ്ഞ് ഒരു ഇടവക നയിക്കുന്ന ഒരു അച്ഛൻ ഒരു സ്വന്തം കുടുംബത്തിൽ ഇതുപോലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അത് സോൾവ് ചെയ്യേണ്ട അത് ശരിക്കും അച്ഛൻ നോബിയുടെ കൂടി ഇവളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. ഇവള് പലയിടത്തും പണി അന്വേഷിച്ചപ്പോൾ പല പണികളും അച്ഛൻ തടസ്സപ്പെടുത്തുകയായത്. അതുപോലെ ഷൈനി ഇങ്ങനെ ഡൈവേഴ്സിന് ഇത് കോടതിയെ സമീപിച്ചിരുന്നു. കോടതി പലതവണ നോട്ടീസ് അയക്കും. അവൻ കൈപ്പറ്റിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ ആ ഡൈവേഴ്സ് സംബന്ധമായിട്ട് കോടതി ഇടപെട്ടായിരുന്നെങ്കിൽ അവരുടെ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിള്ളേരുടെ പട്ടിണിയും വീട്ടിലെ ദാരിദ്ര്യവും അതുപോലെ ഈ അമ്മായിയപ്പൻ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഉപദ്രവം കാരണമാണ്. നോബി കുവൈറ്റിൽ ജോലിയായിരുന്നതുകൊണ്ടാണ് ഈ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു പെണ്ണിനെ കുവൈറ്റിലോട്ട് കൊണ്ടുപോകുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വീട്ടുകാർ കല്യാണം കഴിച്ചു കൊടുത്തത്. പക്ഷേ ഇവൻ അവിടെ 2-3 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്ന ആളായിട്ട് പോലും ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ജോലിക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയോ ചെയ്തില്ല. ഈ 8-10-12 വർഷങ്ങൾ കല്യാണം കഴിഞ്ഞ് ആയിട്ടുണ്ടെങ്കിലും എന്നും ദുരിതങ്ങളായിരുന്നു. ചിലവിന് പോലും 5 പൈസ പോലും ഇവൻ അയച്ചു കൊടുക്കാതെ 10-12 കൊല്ലം അവൾ ബുദ്ധിമുട്ടി തന്നെയാണ് ജീവിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു സാഹചര്യമൊക്കെ ആയിരിക്കാം ആത്മഹത്യയുടെ വക്കിൽ എത്തിച്ചതെന്നാണ് എനിക്ക് അറിയാനും കഴിഞ്ഞത്. ഷൈനിക്കും പിള്ളേരുടെയും ആത്മാക്കൾ സ്വർഗ ജീവിതം ഉണ്ടാകുമെന്നാണ് ഇനിയെങ്കിലും
ഒരു പ്രതീക്ഷ. എൻ്റെ പേര് ക്ലീറ്റസ് എന്നാണ്. തൊടുപുഴ വണ്ണുണ്ടി അവൻ ബെൻസൺ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഈ ഷൈനിയുടെ കാര്യങ്ങൾ CBIക്ക് വിടണമെന്നാണ് എൻ്റെ ആവശ്യം.